ഹായ്, വെൽക്കം. നമ്മൾ വീണ്ടും നിങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ് നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക്. ഡെയിലി വ്ളോഗ് യൂട്യൂബ് ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഒരു മാഷപ്പ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ക്യാപ്ചർ, മാസ്, ക്ലാസ്, ഇമോഷൻ, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും. എനർജി ദാറ്റ് ഡിഫറെന്റ് ദളപതിയാണ് നമ്മൾ ഇന്ന് മാഷപ്പ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഇന്നാണ് 22/6/2025 അദ്ദേഹം ജനിച്ചത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ് എന്നത്, ഒരു സ്കിൽ ഉപയോഗിച്ചാണ് അദ്ദേഹം സിനിമയിൽ വളർന്നത്, സിനിമയിൽ വിജയിച്ചത്, സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നത്, ഇപ്പൊ ഇതാ ജനനായകനായിട്ട് റിയാലിറ്റിയിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. യെസ്, അദ്ദേഹത്തിനെ മിസ് ചെയ്യുന്നുണ്ടോ? തിയേറ്ററിൽ നമുക്ക് അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ പോസിറ്റീവ് അല്ല, ചിലർ നെഗറ്റീവും പറയും. പക്ഷെ പോസിറ്റീവ്, ബി പോസിറ്റീവ് എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ആ ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ചിരി, അദ്ദേഹത്തിന്റെ ആ വിജയ് എന്ന് പറയുന്നത് തമിഴിലെ ഒരു ഇൻഡസ്ട്രി നായകനാണ്. അവിടെ ദളപതിക്കുള്ള ആ പവർ മറ്റൊരു താരങ്ങൾക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു രീതിയിൽ എനിക്ക് തോന്നിയത്. അത് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ദളപതി ഇഷ്ടമുണ്ടെങ്കിൽ കമന്റിൽ വരിക. അപ്പോ ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് മാഷപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത് വിജയന്റെ ഗില്ലി, ലിയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാഷപ്പ് വീഡിയോ ആയിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സുബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണിത് മാഷപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത മാഷപ്പ് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുറച്ച് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ചെറിയൊരു സോണുണ്ട്, നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫൈറ്റിംഗ് വിജയ് ഇങ്ങോട്ടാണ് സ്ക്രീനുള്ളത്. അതായത് നമ്മളിപ്പോൾ കാണുന്നത് ലാപ്ടോപ്പ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ക്യാമറ നോക്കാൻ കഴിയില്ല. ഇങ്ങോട്ടാണ് നമ്മളുടെ വീഡിയോ ഒക്കെ ഇങ്ങോട്ടാണ് വരിക. അപ്പോൾ സൈഡ് ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു വിജയിന്റെ സ്മൈലിംഗ് അത് വളരെ രസകരമാണ്. മാസിനും ഒക്കെ ഉണ്ട്, ഇമോഷനും, കോമഡിക്ക് കോമഡി. ലിയോ ആണ് ഏറ്റവും നല്ലൊരു പടമെന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് വന്നത് വിജയ്ക്ക് നല്ല ആരാധകരുടെ നിറവിലാണ് വിജയുടെ പോക്കും വരവൊക്കെ. ജനക്കൂട്ടം തന്നെയുണ്ട്. അതുകൊണ്ടാണ് ജനനായകൻ എന്ന പേര്. സിനിമയിലും പറയാറ് കൂട്ടമായി വരുന്നു.
ദളപതി. അങ്ങനെ അവര് രാഷ്ട്രീയത്തിലേക്ക്, പുതിയ രാഷ്ട്രീയത്തിലേക്ക്, പുതിയ പാർട്ടിയിലേക്ക് 2026 പുതിയ അനുഭവങ്ങളായി കാരിയറും ബിഗ്ഗസ്റ്റ് മോസ്റ്റ് പോപ്പുലർ ആക്ടറാണ്. മക്കൾക്ക് വേണ്ടി, തമിഴ്നാട്ടിൽ മക്കൾക്ക് വേണ്ടി ഒരുപാട് വിജയം, അവർക്ക് പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ കഴിയും. നല്ല മനസ്സിനുടമയാണ് നമുക്കറിയാം. മാസ് ഇഷ്ടമുണ്ട്. ഒരു തലൈവ ലാലേട്ടൻ്റെ കൂടെ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അത് മമ്മൂക്കക്ക് പോലും അങ്ങനൊരു സിനിമ കിട്ടിയില്ല എന്നതാണ് എൻ്റെ ഒരു. മമ്മൂക്ക അഭിനയിച്ചിട്ടില്ല വിജയൻ്റെ കൂടെ നമുക്ക്. അപ്പോൾ ഇത്തരമുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പലതും തോന്നിപ്പോവാറുണ്ട്. നമ്മുടെ ലൈഫിൽ പല ലക്ഷ്യങ്ങളും മറന്ന് നമ്മുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ സിനിമ ജീവിതത്തിൽ നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ കാണുമ്പോൾ, നമ്മുടെ ഇഷ്ടപ്പെട്ടവർ ഇല്ലാതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു നിരാശ നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. വിജയ് എന്നൊരു നടൻ, വിജയ് എന്നൊരു ആക്ടർ, തമിഴിലെ മക്കൾക്കുള്ള ആ ഒരു പാസം ഒക്കെ അടങ്ങിയതാണ് വിജയ് എന്ന് പറയുന്നത് തലൈവ. ആ ഒരു ഗംഭീരമായ അറ്റൻഷൻ പൊട്ടൻഷ്യൽ വിജയുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് വിജയ് ജനങ്ങളിലേക്ക്, പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനും സാധ്യത കൂടുതലായത്. അതും ഒരു വിജയ് ആരാധകർക്ക് ഗംഭീരമായ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റാണ്. ഈ ഒരു സമയം തന്നെയാണ് പുതിയ സിനിമയുടെ പ്രമോ വന്നത്. അത് നമുക്കും വളരെ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ തോന്നി. വിജയ്ക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെയാണെന്നത് നമുക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ഇത് ആഘോഷിക്കുകയാണ് മലയാളികളും തമിഴ് മക്കളും. അപ്പം രണ്ട് ഇൻഡസ്ട്രിക്കും ഇതൊരു വലിയ മാഷപ്പ്, ആഘോഷിക്കാനുള്ള വീഡിയോ തന്നെയാണ്. നമ്മളും ആഘോഷിക്കുന്നു നിങ്ങളുടെ കൂടെ. പ്രേക്ഷകരല്ലാതെ ഞങ്ങൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് ജനങ്ങൾ കൂട്ടമായി കൂട്ടം വരും എന്ന് തമിഴിൽ ഒരു ഡയലോഗ് അടിക്കാറുണ്ട് ആര്, വിജയ്. യെസ്, കൂട്ടമായി വരും. ആ താരനിര, ആ താരത്തിന്റെ വാല്യൂ അറക്കുന്ന ജനങ്ങൾ നിറഞ്ഞു നിന്ന സദസ്സായി മാറിയിരിക്കുന്നു. ജനാവലി പോലെ വിജയന്റെ ലാസ്റ്റത്തെ ഒരു സിനിമക്ക് വേണ്ടിയിട്ട് വന്നപ്പോൾ അത്രക്കും. അപ്പോൾ എത്ര ഫാൻസ് വിജയ്ക്കുണ്ട്. അത് വളരെ നല്ലൊരു പോപ്പുലർ ആക്ടറിനുണ്ട്. അതാണ് വിജയ്. വിജയിനെ ഒരിക്കലും നമുക്ക് തിയേറ്ററിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റില്ല. വിജയ് മാറില്ല. വിജയ് എന്ന നടനെ തിയേറ്ററിൽ കാണേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇനിയും വരണം. ഇതോടെ തീർക്കാനുള്ള വിജയല്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവിടെ വേറെ കുറെ അലിഗേഷൻസ് ഉണ്ടാവും, പല ഇഷ്യൂസ് ഉണ്ടാവും. അത് മറികടന്ന് വിജയ് ആക്ടിങ്ങിൽ തിരിച്ചു വരാനുള്ള എന്തെങ്കിലും വഴികൾ കണ്ടെത്തണം. നോ സ്റ്റോപ്പ്, നോ ഇഗ്നോർ, അങ്ങനെ പറയാൻ പറ്റും. രാഷ്ട്രീയമല്ല വിജയ് ഇത്രയും കാലം ജീവിച്ച് കൊണ്ടു നടന്നത്, സിനിമ തന്നെയാണ്. സിനിമയിലൂടെ ഒരു വിജയം കണ്ടെത്തുക എന്നത് ഒരു താരത്തിന്റെ വാല്യൂ ആണ്. വിജയ് എന്ന നടന് ഇതൊരു അംഗീകാരമല്ലെങ്കിൽ വിജയന്റെ ആരാധകർക്ക് അവർക്ക് ആഘോഷം തന്നെയാണ്. നോട്ട് പൊളിറ്റിക്കൽ. പൊളിറ്റിക്കലിൽ എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ അത് റിയാലിറ്റിയിൽ കാണേണ്ട കാര്യങ്ങളാണ്. അത് വിജയ്ക്ക് ഫാൾട്ട് വന്നാൽ അത് വലിയൊരു ഫെയിലിയർ ആവും.
അത് 2026 എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് മുൻ നിശ്ചയിച്ചിട്ട് പറയാൻ പറ്റില്ല. കാരണം റിയാലിറ്റി ഈസ് റിയാലിറ്റി. സിനിമ അങ്ങനെയല്ല. നമുക്ക് അഭിപ്രായം പറയാം, നമുക്ക് റിയാക്ഷൻസ് ചെയ്യാം. ഇതൊരു റിവ്യൂ പോലത്തെ പരിപാടി തന്നെയാണ് മാഷപ്പ്. അപ്പോൾ ഇത് നമ്മൾ റിയാക്ഷൻ ചെയ്യും. ഓക്കെ, ഇങ്ങനെയുണ്ട് ഈ മാഷപ്പിൻ്റെ സ്റ്റൈലും ഇതൊക്കെ. ബെസ്റ്റാണോ? നിങ്ങൾ തീരുമാനിക്കേ. എനിക്കിഷ്ടപ്പെട്ടു, ഗുഡ് വർക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ തന്നെ പറയണം ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ. നിങ്ങളാണ് വിധികർത്താക്കൾ. എനിക്ക് വിജയിൻ്റെ പിറന്നാൾ 22 ഇന്നാണെന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ വണ്ടർഫുൾ. ഇന്നാണ് ഞാനത് അറിഞ്ഞത്. എനിക്കറിയില്ല. അത് പ്രേക്ഷകരിലൂടെ യൂട്യൂബിലൂടെ തന്നെ അറിയാൻ പറ്റിയെന്നതാണ്. ടുഡേയ്സ് വിജയ് ബർത്ത്ഡേ. ഗംഭീരം, അതിഗംഭീരം. ഫോർ താങ്ക്സ് ഓഫ്